കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സന്ധ്യ കഴിഞ്ഞതായ വേളയിൽ എല്ലാ തിങ്കളാഴ്ചയും നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടത്തപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ, പ്രത്യേകിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭ്യമായ വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ തുടർമാനമായി ചെയ്തു വരപ്പെടുന്നുണ്ട്. അതിൽ ഒരു അതിപ്രധാനമായ ശുശ്രൂഷയാണ് ബൈബിൾ ക്ലാസ്. വിവിധ സമയങ്ങളിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആ ശുശ്രൂഷ നടന്നു വരികയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും പഠിക്കുന്ന പഠനത്തോടുള്ള ബന്ധത്തിലാണ് ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്നത്. വിശിഷ്യ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം, പല സവിശേഷമായ ചിന്തകൾ, അതിൻ്റെ സഭയുടെ ആരംഭം തുടങ്ങി ചില പശ്ചാത്തലമായ ചിന്തകളാണ് ഞാൻ ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സുകളിൽ സംബന്ധിക്കുകയും അത് കേൾക്കുകയും ചെയ്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലമായി ചില കാര്യങ്ങളൂടെ ഓർപ്പിച്ച് ഈ എപ്പിസോഡിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ സവിശേഷമായ ചിന്തകൾ എന്താണെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആ നിലകളിൽ അപ്പോസ്തലനായ പൗലൂസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പൗലൂസ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുമ്പോഴും താൻ അനുഭവിക്കുന്ന ദൈവികമായ സന്തോഷം ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, അത് പറയുന്നതിൽ എനിക്ക് മടിപ്പില്ല, പിന്നെയും സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന അനവധി പ്രാവശ്യങ്ങൾ ഈ ലേഖനത്തിലൂടെ പൗലൂസ് ഓർപ്പിക്കുകയുണ്ടായി. അപ്പം സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. ഈ ലോകത്തിലെ ദാടിമോടികളോ ഭൗതിക നേട്ടങ്ങളോ കണ്ണഞ്ചിപ്പിക്കുന്ന ഇവിടുത്തെ ഉന്നതമായ മണിമന്ദിരങ്ങളോ സൗധങ്ങളോ ഒന്നുമല്ല മനുഷ്യന് യഥാർത്ഥ സന്തോഷം നൽകുന്നത്. ദൈവിക സാന്നിധ്യവും ദൈവവുമായുള്ള ബന്ധവും ആത്മീക അനുഭവങ്ങളിൽ, അകത്തലങ്ങളിൽ കർത്താവിനോട് ചേർന്നുള്ള ആ സാന്നിധ്യവും സായുജ്യവും സാലോക്യവും ദൈവിക സാമീപ്യവുമൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അകത്ത് ദൈവികമായ സന്തോഷം പകരുന്നത് എന്ന് ഈ ലേഖനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ചില ചിന്തകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം, ഈ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലൂസാണ് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേഖനം എഴുതിയിരിക്കുന്നത് പൗലൂസാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അത് പൊതുവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ്. ആ ലേഖനത്തിന് തുടക്കത്തിൽ തന്നെ, പ്രത്യേകിച്ച് അതിൻ്റെ ചരിത്രപരമായ പരാമർശങ്ങളും ഭാഷയും ശൈലിയും എല്ലാം വിശിഷ്യ നാം എടുത്തു പഠിക്കുമ്പോൾ മറ്റിതര പുസ്തകങ്ങളിൽ, പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ഈ ഫിലിപ്പിയ ലേഖനത്തോട് ചേർത്ത് നമ്മൾ പഠിച്ചാൽ പൗലൂസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ ഉറപ്പിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. അതിനകത്തെ പരാമർശങ്ങളും ചിന്തകളും മറ്റു ലേഖനങ്ങളുടെ താതാത്മ്യപ്പെടുത്തി നമ്മൾ പഠിച്ചാൽ വലിയ പൊരുത്തം നമുക്ക് ആ വിഷയത്തിൽ കാണുവാനായിട്ട് കഴിയും. വിശിഷ്യ ഈ ലേഖനം
പൗലൂസിൻ്റെതാണ് എന്ന് ഉള്ളതിൻ്റെ ന്യായങ്ങൾ എതിരാളികൾ പലരെ അതിനെതിരായി സംസാരിച്ചിട്ടുള്ളതുണ്ട്. പൗലൂസിൻ്റെതല്ല, ഇത് പൗലൂസിൻ്റെതാണ് എന്ന് പറയുമ്പോൾ തന്നെ അല്ല എന്ന് തെളിയിക്കുവാനായിട്ടുള്ള എതിരാളികൾ പലരെ പല നിലകളിൽ സംസാരിച്ചിട്ടുണ്ട്. പൗലൂസിൻ്റെതല്ല എന്ന് പറയുവാനായിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ സൂചനകൾ വ്യാപകമായി മുഴച്ചു നിൽക്കുകയും ഒരു മഹത് വ്യക്തിയുടെ മഹാനായ അപ്പോസ്തലന്റെ സ്വഭാവ വിശേഷങ്ങളെ ഉജ്ജ്വലതയോടും വിശ്വസ്തയോടും കൂടെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ലേഖനം ചമയ്ക്കുവാൻ മറ്റൊരാൾക്കും കഴിയുമെന്നോ മറ്റൊരു വ്യക്തി അതിന് തുനിയുമെന്നോ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം പൗലൂസിൻ്റെ ജീവിതത്തിൽ പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം താൻ ആഗ്രഹിക്കുന്ന തൻ്റെ ജീവിതത്തിലെ ആ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് ആഴമായി പ്രതിപാദിക്കുമ്പോൾ ആ നിലകളിൽ നാം പൗലൂസിൻ്റെ ജീവിതം ചേർത്ത് പഠിച്ചാൽ പൗലൂസിനല്ലാതെ മറ്റൊരാൾക്ക് ആ നിലകളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയാൻ കഴിയത്തില്ല. പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലേഖനകർത്താവിന് പറയുവാൻ കഴിയാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് വേണ്ടി ചെയ്ത് ആ നിലകളിൽ ശക്തമായൊരു മുന്നേറ്റം താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തൻ്റെ ലേഖനത്തിൽ വളരെ ശക്തമായി മുഴച്ചു നിൽക്കുന്ന ചില ചിന്തകൾ ഇതിനകത്ത് കാണുമ്പോൾ ആധികാരികമായി നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, പൗലൂസിനല്ലാതെ മറ്റൊരാൾക്ക് ഇതിനെക്കുറിച്ച് ആ നിലകളിൽ പറയുവാൻ കഴിയത്തില്ല എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. മാത്രമല്ല, ഫിലിപ്പിയരോടുള്ള പൗലൂസിൻ്റെ അദമ്യമായ സ്നേഹവും ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ അനുഭവങ്ങളും അവരെ ആശ്ലേഷിക്കുന്നതും അവരോടുള്ള തൻ്റെ ആ കടപ്പാടുകളും താനിപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന ആ പരിതസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫിലിപ്പിയരോടുള്ള തൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് താൻ വിവരിക്കുമ്പോൾ നിശ്ചയമായും പൗലൂസിനല്ലാതെ മറ്റൊരാൾക്ക് ആ നിലകളിൽ ആ സഭയോട് ഒരു കടപ്പാടില്ല, ആ സഭയോടൊരു ബന്ധമില്ല. പൗലൂസിൻ്റെ ലേഖനം തന്നെയാണെന്ന് ആ നിലകളിൽ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ബാഹ്യമായ ചില തെളിവുകളിലൂടെ ഞാനൊരു ചെറിയ സൂചനയ്ക്കായി നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതൊരു പഠന പരമ്പരയാണല്ലോ. പ്രത്യേകിച്ച് കാർത്തേജിൽ AD 419 സമ്മേളിച്ച 6ാമത് സഭാ കൗൺസിലിൽ പൗലൂസ് എഴുതിയെന്ന് അംഗീകരിച്ച 14 ലേഖനങ്ങളെ ഭാവികാലപരം, രക്ഷാ തത്വശാസ്ത്രപരം, ക്രിസ്തുശാസ്ത്രപരം, സഭ തത്വശാസ്ത്രപരം എന്നിങ്ങനെ പഠന സൗഹാർദ്യാർത്ഥം 4ആയി തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരാഗ്രഹ ലേഖനങ്ങളെ ഈ കാർത്തേജിൽ കൂടിയ സഭാ കൗൺസിൽ 4ആയി തിരിച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ ക്രിസ്തുശാസ്ത്രപരം എന്ന ഇനത്തിൽപ്പെട്ടതാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്ന എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ എന്നിവ. അപ്പോൾ പൗലൂസ് എഴുതിയ ലേഖനങ്ങളെ തരംതിരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ചിന്ത, പൗലൂസിൻ്റെ ക്രിസ്തുശാസ്ത്രപരമായ അതിനെക്കുറിച്ച് സവിശേഷമായ ചില ചിന്തകൾ ഓർപ്പിച്ച സമയത്ത് ഞാൻ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. ക്രിസ്തുശാസ്ത്രപരമായ ഒരു ലേഖനങ്ങളായിട്ടാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് സഭാ കൗൺസിലിൽ. പ്രത്യേകിച്ച് ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങൾ, പൗലൂസിൻ്റെ ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് അവരെ വിലയിരുത്തിയപ്പോൾ AD 419 കൂടിയ ആ സഭാ കൗൺസിലിൽ വിലയിരുത്തിയപ്പോൾ പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ എന്നിവ ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങളാണ്.
അത് പൗലൂസിൻ്റെ ലേഖനങ്ങളാണ് എന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയുണ്ടായി. ആ നിലകളിൽ ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. സ്മുർന്നയുടെ ബിഷപ്പായ പോളികാർപ്പ് ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്പിയർക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പോളികാർപ്പ് എന്ന് പറയുന്ന ആ ബിഷപ്പ് സ്മുർന്ന സഭയിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹം കത്ത് എഴുതുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലൂസ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ലേഖനം എഴുതുകയും ചെയ്തുവല്ലോ എന്നൂടെ ചേർത്ത് വെച്ച് ഫിലിപ്പിയിലെ വിശ്വാസികളോട് സംസാരിക്കുന്ന ഒരു കത്ത് താനെ അയക്കുകയുണ്ടായി എന്ന് നമുക്ക് പഠിക്കുമ്പോൾ ആ വിഷയത്തെ കാണുവാൻ കഴിയും. 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലത്തെ ദശകങ്ങളിൽ ജീവിച്ചിരുന്ന റോമിലെ ക്ലെമന്റ് ഫിലിപ്പിയ ലേഖനത്തെ അനുസ്മരിക്കുന്ന ചില ഭാഗങ്ങൾ തൻ്റെ കൊരിന്ത്യർക്കുള്ള കത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. റോമിലുള്ള ക്ലെമന്റ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഫിലിപ്പിയ ലേഖനത്തെ അനുസ്മരിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്ന ചില ഭാഗങ്ങൾ തൻ്റെ കൊരിന്ത്യർക്കുള്ള കത്തിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ജീവിച്ചിരുന്ന അലക്സാൻഡ്രിയയിലെ ക്ലെമന്റും ലേഖനത്തിലെ 4 അധ്യായങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. പൗലൂസാണ് എഴുതിയെന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ് ഈ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ക്ലെമന്റ് എന്ന് പറയുന്ന ആ അലക്സാൻഡ്രിയയിലെ ആ വലിയ വേദശാസ്ത്രജ്ഞൻ. തെർത്തുല്യൻ ഏതാണ്ട് AD 207 ദുരുപദേഷ്ടാവായ മാർസിയനെതിരായി എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും ദൈവരൂപം, ദാസരൂപം എന്നീ പദങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഐർനിയാസ്, ഹപ്പോലിറ്റസ് തുടങ്ങിയവർ ഈ ലേഖനത്തിൽ അതിൻ്റെ കർത്താവ് പൗലൂസാണെന്ന് തന്നെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മുറാറ്റോറിയൻ ചുരുളുകളിലും മാർഷ്യൻ്റെ കാനോനിലും സുറിയാനി വിവർത്തനത്തിലും ഫിലിപ്പിയ ലേഖനം പൗലൂസിൻ്റെതായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലൂസാണ് എഴുതിയത് എന്ന് തെളിയിക്കപ്പെടുന്ന ചില ചിന്തകളാണ് ഞാൻ ഒരു പഠനമെന്നുള്ള നിലയിൽ എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഓർപ്പിച്ചത്. ആ നിലകളിൽ എഴുതപ്പെട്ട മനോഹരമായ പൗലൂസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. വിശിഷ്യ ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ പൗലൂസിൻ്റെ 2-ാം മിഷണറി യാത്രയിലാണ്, പ്രത്യേകിച്ച് AD 51 ഫിലിപ്പിയിൽ അവരെത്തിയത്. പൗലൂസും സംഘവും കൂടെ ഫിലിപ്പിയിൽ എത്തുവാനിടയായിട്ടെന്ന് AD 51. എന്നാൽ ഈ ലേഖനം എഴുതിയത് 10 വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ്. 51 ഫിലിപ്പിയിലെത്തി ഈ സഭ സ്ഥാപിക്കുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും, നമുക്കറിയാം ആദ്യമായി ലുദിയ എന്ന് പറയുന്ന സഹോദരി രക്ഷിക്കപ്പെട്ടു വന്നു. ഞാനത് ഒരു എപ്പിസോഡിൽ ആ കാര്യം ആ വിഷയം ചിന്തിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാം ദുരാത്മ ബാധ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, യജമാനന്മാർക്ക് ലാഭം വരുത്തിയിരുന്ന ഒരു സ്ത്രീയെ പൗലൂസിൻ്റെയൊക്കെ പിന്നാലെ ചെന്ന് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞ് അവരെ പുകഴ്ത്തി പറഞ്ഞു. ഇപ്പോഴെങ്ങാനും വരുന്ന ഉപദേശിമാർ പറഞ്ഞതിന് സ്തോത്രം, ഞങ്ങളെ ആരും പുകഴ്ത്തി പറയുന്നില്ല, ഈ സഹോദരിയെങ്കിലും പറഞ്ഞല്ലോ, അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ പറഞ്ഞത് അവളല്ല, അവളിൽ വ്യാപരിച്ച ശക്തിയാണ്. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലൂസ് തിരിഞ്ഞു നിന്നോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പോപിശാചേ എന്ന് പറഞ്ഞു. അവളിൽ വ്യാപരിച്ചിരുന്ന, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ അപ്പോളോ ദേവൻ എന്നൊക്കെ പറയുന്ന ദേവശക്തികളാണ് അവളിൽ വ്യാപരിച്ചിരുന്നെന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ. അതിലൂടെയാണ് അവൾ ആളുകളെ നോക്കി, ഈ മുഖത്ത് നോക്കി പറയുമല്ലോ, അവളുടെ ഭാവി പറയുന്ന പോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഏതാ അവളെ കൊണ്ടിരുത്തി, വഴിയിലിരുത്തി, അങ്ങനെ ഇങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഭാവി പറയിച്ചുകൊണ്ടിരുന്നതാ. അതിൽ യജമാനന്മാർക്ക് ചില ലാഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഇവളിൽ നിന്ന് ഭൂതം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭാവി പറയാൻ ഇവൾക്ക് പറ്റാതെ വന്നു. കാരണം അവളിൽ ഒരു വിടുതൽ നടന്നു. അവളും എന്ത് ചെയ്തു? ഫിലിപ്പിയ സഭയുടെ അംഗമായി മാറി എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത് ലുദിയ രക്ഷിക്കപ്പെട്ട് കുടുംബമായി ഫിലിപ്പിയ സഭയിൽ വന്നു. അവളുടെ കുടുംബം തുറന്നു കൊടുത്തു, ഹൃദയം തുറന്നു. അവളുടെ കുടുംബം ഒന്നടങ്കം കർത്താവിനെ ആരാധിപ്പാൻ മുൻപോട്ട് വന്നു. രണ്ടാമതായി ഈ വെളിച്ചപ്പാടത്തിക്കാരിയായ ഈ ദുരാത്മ വ്യാപാരത്താൽ യജമാനന്മാർക്ക് ലാഭം വരുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഭാവി പറയുന്ന ഈ സഹോദരി പൗരൂസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളിൽ വ്യാപരിച്ച ദുരാത്മശക്തി വിട്ടുപോകുകയും അവൾ ദൈവസഭയുടെ അംഗമായി മാറുകയും ചെയ്തു എന്ന് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് സഭയിലേക്ക് വന്നത് ഈ സഹോദരിയാണ്. മൂന്നാമത് നമുക്കറിയാമല്ലോ, അത് മുഖാന്തരം പൗരൂസിനെയും ശീലാസിനെയൊക്കെ പിടിച്ച് കാരാഗൃഹത്തിനകത്ത് കൊണ്ടടച്ചു. ഈ യജമാനന്മാരുടെ ലാഭം പോയി, സഹോദരിയുടെ ഭൂതം പോയി. അവൾക്കിനി ഭാവി പറയാൻ കയ്യിലൊന്നും കൈകരുത്തില്ല. യജമാനന്മാർ അന്ന് വരെ മേടിച്ചുകൊണ്ടിരുന്ന കാശ് കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, വിടരുതാകുമാരെ. ഇവിടുന്ന് വന്ന് ഇവന്മാര് അവളുടെ ദേഹത്തുള്ള ഭൂതത്തെ ശാസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട നന്മ, ഞങ്ങൾക്ക് കിട്ടേണ്ട ആ പണമൊന്നും ഇനി കിട്ടാതെ വന്നല്ലോ എന്ന് പറഞ്ഞ് പൗരൂസിനെയും ശീലാസിനെയും വഴിയിലിട്ട് ഓടിച്ച് പിടിച്ച് പ്രത്യേകിച്ച് കാരാഗൃഹത്തിനകത്ത് കൊണ്ടടച്ചു. നമുക്കറിയാം, അന്ന് രാത്രി അവരാത്മാവിൽ പാടാൻ തുടങ്ങി, പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരാഗൃഹത്തിൻ്റെ ഇരുട്ടറയിൽ സ്തോത്രം ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുന്ന പൗരൂസും ശീലാസും ഒക്കെ പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി. നമുക്കവരോട് ചോദിക്കാം, നിങ്ങൾ ഇവിടെ വന്നത് ദർശനത്താലല്ലേ? അതെ, ഞാനതിനെക്കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞല്ലോ. മക്കദോന്യക്കാരനായ ഒരുവൻ വിളിക്കുന്ന ദർശനം കണ്ടുകൊണ്ട് വന്നതാ കേട്ടോ. ഫിലിപ്പിയ എന്ന പട്ടണത്തിൽ ദർശനം കൊടുത്തയച്ചതാ പൗരൂസിനെയും ശീലാസിനെയൊക്കെ. പക്ഷെ ദർശനം കണ്ടു വന്നിട്ട് കിട്ടിയതിപ്പോൾ എന്തുവാ? കാരാഗ്രഹമാണ്. വേണമെങ്കിൽ അതിനകത്ത് കയറിയിരുന്ന് നിരാശയോടെ പറയാം, ദൈവമേ അങ്ങ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. മക്കദോന്യക്കാരനായ ഒരുവനെ വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ദർശനത്തോടെ ഇങ്ങോട്ട് അയച്ചു. അതനുസരിച്ച് ദർശനം പ്രാപിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ കിട്ടിയതിപ്പോൾ കാരാഗ്രഹമാണ്. കൂട്ടത്തിൽ വല്ലവരും ഉണ്ടോ? എങ്ങനെ ഇവിടെ പാട്ട് പാടും? എങ്ങനെ ആരാധിക്കും? ജയിലറയ്ക്കാത്തന്നേ, കൈയും കാലും ബന്ധിച്ചിരിക്കുക. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കാൻ തുടങ്ങി. ആരാധന ആരംഭിച്ചു, പാട്ടാരംഭിച്ചു. പാട്ട് നൃത്തമായി മാറി. നമുക്കറിയാം, ചെങ്ങലകൾ പൊട്ടി. സ്തോത്രം. പൗലൂസും ശീലാസും എന്ന് വേണ്ട കാരാഗ്രഹത്തിലെ മുഴുവൻ ആളുകളുടെയും ചെങ്ങലകൾ പൊട്ടി. എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു. കാരണം ആത്മാവിലെ ആരാധനയിൽ ഈ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ പിടിച്ചു കുലുക്കി ഭൂകമ്പമുണ്ടായി. എവിടെ എഴുതിയിരിക്കും? നമ്മൾ വായിച്ചാൽ മതി. പുസ്തകപ്പെടുത്തുന്ന പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ശക്തമായ നിലയിലൊരു ദൈവപ്രവൃത്തി അർദ്ധരാത്രിയിൽ അവിടെ ഉണ്ടായി. കാരാഗ്രഹ പ്രമാണി, ജയിൽ സൂപ്രണ്ടേ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ലൈറ്റ് എല്ലാം കെട്ടുപോയി, വാതിലെല്ലാം തുറന്നു, ചെങ്ങലകളെല്ലാം അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി പുറത്തുനിന്ന് വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്ത് വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ല. അദ്ദേഹം വിചാരിച്ചത് ഈ ഭയങ്കര ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ ഈ ജയിലെല്ലാം തുറന്ന് ഈ ജയിലിനകത്ത് കിടന്നവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാരാഗ്രഹത്തിനകത്തേക്ക് ഓടി വരിക. കാരണം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ജയിൽ സൂപ്രണ്ടായിരുന്ന മനുഷ്യൻ ആകപ്പാടെ വിഷമിച്ചു. കാരണം കാരാഗ്രഹത്തിലുള്ളവർ ഓടിപ്പോയാൽ പിന്നെ നാളെ എന്ത് ചെയ്യും? തങ്ങളുടെ ഉന്നത അധികാരികളോട് എന്ത് പറയും? ഇവന്മാരുടെ ഈ പാട്ടും കൊട്ടും ആരാധനയും കാരണം ചിലർ വിടുവിക്കപ്പെടുക ഇതിനകത്ത്. ഇത് പലർക്കും ദഹിക്കുന്നില്ല. ഇന്നും സംഭവിക്കുന്ന അതാ. ആത്മീയ ആരാധനകളും ശുശ്രൂഷകളും പ്രാർത്ഥനയും ദൈവകൃപയൊക്കെ വെളിപ്പെടുന്നിടത്ത് ജനം വിടുവിക്കപ്പെടുന്നുണ്ട്.
ജനത്തിന്റെ കെട്ടുകളഴിയ എന്ന് പറഞ്ഞാൽ ഈ പുറമേയുള്ള ചങ്ങല മാത്രമല്ല, മനുഷ്യന്റെ അകത്ത് ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങളെ ആത്മാവിൽ അഴിക്കുന്നവരാ ദൈവദാസന്മാർ. അവരെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തിന്റെ ശക്തി പൈശാചികന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ എത്ര ഞാൻ വന്നത്. ഇവിടെ പിശാചി മുറുക്കുക, മദ്യപാനം, പാപത്തിന്റെ ശക്തികൾ, മയക്കുമരുന്നുകൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര വ്യാപാരമുണ്ട്. മനുഷ്യനെ അടിമയാക്കുന്ന, അതിൻ്റെ അകത്തരത്തിൽ ഒതുക്കുന്ന, അതിൻ്റെ ശക്തികൾ ഒതുക്കുന്ന, അവനെ ബന്ധിച്ചൊതുക്കുന്ന ഈ അന്ധകാര വ്യാപാരങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന, ആരാധിക്കുന്നവന്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനവധി പേരുടെ നടുവിൽ വിടുതൽ നൽകും. ഇത് കണ്ടിട്ട് ജയിൽ പ്രമാണിമാർക്കൊന്നും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇത് കാണുന്നവൻ പറയാ, എടാ എന്തൊരിടപാടാത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ കോതമംഗലത്തിനടുത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു വീട്ടിലെ ഒരു മനുഷ്യൻ, ഉന്നതനായ ഒരു മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് നിങ്ങളെ ഒരു ചെറിയ സുവിശേഷ യോഗം നടത്തണം. ഞങ്ങളുടെ പരസ്യയോഗം കേട്ടിട്ടാണ്. അദ്ദേഹം ബാങ്കിലെ മാനേജരാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയായിട്ടിരിക്കുക. കാരണം ആര് പറയാൻ ഉണ്ടെന്ന് നോക്കി നടക്കുന്ന കൂട്ടത്തിലാണ് അന്നത്തെ ആ ഒരു സാഹചര്യം. അത് അങ്ങനെ കവലകൾ തോറെല്ലാം പ്രസംഗിച്ചെടുക്കാം. അപ്പം ഞങ്ങളുടെ ആളുകളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. യോഗം നടത്താൻ സ്തോത്രം ഞങ്ങളെ തയ്യാറായി. കുര്യച്ചാൻ എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ, അദ്ദേഹത്തോടു കൂടെ വേറെ 2 ദൈവദാസന്മാർ, ഞങ്ങളെല്ലാം കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്ന് വലിയ ഗേറ്റും വീടുമൊക്കെയാണ്. വർഷങ്ങൾക്ക് പുറകിലെ കാര്യമാണ് ഈ പറയുന്നത്. വീടിനകത്ത് ഹാൻമൈക്കാണുള്ളത്. വെച്ച് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, ഇവിടെ ഒരു ബഹളം വെക്കാൻ പാടില്ല ഇവിടെ. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, കള്ളു കുടിച്ച് ഇന്നലെ ഞാൻ ഈ റോഡിൽ കിടന്ന് ജോലിയും കഴിഞ്ഞ് പാലിക്കെട്ട് പിടിച്ച് ഇവിടെ കിടന്ന് ചീത്തയും വിളിച്ച് ഒച്ചപ്പാടൊക്കെ വെച്ചപ്പോൾ നിങ്ങളാരും ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ആരും മിണ്ടിയില്ല. അതേ നല്ല ചീത്ത, 1ാം ക്ലാസ് ചീത്ത പറഞ്ഞപ്പോൾ ആരും മിണ്ടിയില്ല. അവർക്ക് സന്തോഷമായിരുന്നു. ഇന്നിപ്പോൾ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് മാനസാന്തരത്തെ കുറിച്ച് പറയുന്ന ഒരു ദൂതും സന്ദേശവും പ്രാർത്ഥനയൊക്കെ വന്നപ്പോൾ ഇവർക്കാർക്കും ഇരിക്കാൻ പറ്റില്ല. അതേ ചോദിച്ചു, ഇറങ്ങാൻ പറഞ്ഞു ഗേറ്റിൻ്റെ പുറത്ത്. ശകല ആളുകൾ ഗേറ്റിൻ്റെ പുറത്ത്, അപ്പാപ്പനാണെങ്കിലും ശരി, കൊച്ചപ്പനാണെങ്കിലും ശരി, വല്യപ്പനാണെങ്കിലും ശരി, സുവിശേഷം കേൾക്കേണ്ടാത്തവർക്ക് ഗേറ്റിൻ്റെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഒത്തിരി എണ്ണം ഗേറ്റിൻ്റെ പുറത്തിറങ്ങി. ഞങ്ങൾ ഗേറ്റിനകത്ത് നിന്നുകൊണ്ട് ദൈവവചനം ശക്തമായി പ്രസംഗിച്ചു. അതെനിക്ക് മറക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയല്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, കള്ളും കുടിച്ച് വെള്ളം അടിച്ച് വഴിയിലും കിടന്ന് ചള്ളു വലിച്ച, ചീത്തയും വിളിച്ച്, ഇടിയും നടത്തി, ആത്മഹത്യയും ചെയ്ത്, അന്യോന്യം വെട്ടി കൊന്ന്, അന്യോന്യം നിഘണ്ടുവില്ലാത്തതും പറഞ്ഞ് നശിക്കുന്ന അനേകരുടെ നടുവിൽ ജീവന്റെ സുവിശേഷം ഒന്ന് ചെന്ന് അവൻ്റെ അകത്തോട്ട് കയറി അവനെ ഒരു മാറ്റം വരുത്തുവാൻ, അവൻ്റെ മേലൊരു വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ പലരും പറയുമോ അതിവിടെ വേണ്ട. എന്താ സ്നേഹിത ഇത് വേണ്ടാത്തേ? ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവിടെ എന്താ ഇത്ര എതിരെ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാ. സുവിശേഷം പ്രസംഗിക്കുന്നവിടെ എന്താ ഇത്ര എതിരെ? ഇത് മതമാറ്റമല്ല. ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ഇത് മതം മാറ്റമല്ല. മതം മാറ്റം കൊണ്ട് വിശേഷമൊന്നും ഉണ്ടാകില്ല. ഇത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷം മതമല്ല. സുവിശേഷത്തിന് മതമില്ല. ജാതി, വർഗ, വർണ്ണ, ഉച്ചനീച, കുലഹീന, കുലശ്രേഷ്ഠ വ്യത്യാസമില്ലാതെ ഏത് മാനവന്റെയും അകത്തലങ്ങളിൽ ഇറങ്ങി വന്നവന്റെ അകത്ത് രൂപാന്തരം വരുത്തുന്ന ദൈവിക വചനമാണ് സുവിശേഷം. ആ സുവിശേഷം മതം മാറ്റുകയല്ല. അത് ചെയ്യുന്നത് മാനസാന്തരപ്പെടുത്തുക. കള്ളുകുടിയൻ ദോഷം ചെയ്യുന്നവനെ നേരെ ലെഫ്റ്റ് ഹാൻഡ് തിരിയുക. ലെഫ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അവന്റെ ജീവിതത്തിന്റെ ദോഷ വഴികളിൽ നിന്ന് അവനെ ലെഫ്റ്റ് ഹാൻഡ് തിരിക്കുന്നതാണ് സുവിശേഷം.
അത് തിരിച്ചറിയാൻ പലർക്കും കഴിയുന്നില്ല. പലരും പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കള്ളുകൂടി നടത്തി പോയാൽ ഇവിടുന്ന് ഞങ്ങളുടെ ആളുകൾ പോവും, അവിടുന്ന് പോവും, ഇവിടുന്ന് പോവും. എടാ, നന്നാകണ്ടേ? മനുഷ്യൻ നന്നാകണ്ടേ? മതമേതായാലും നന്നാകണമെന്നല്ലേ പറയുന്നത്? അത് നന്നാക്കുന്നത് ആ സുവിശേഷം. സുവിശേഷം പോലെ മനുഷ്യനെ നന്നാക്കുന്ന യാഥാർത്ഥ്യമില്ല. ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ആയിരങ്ങളെ രൂപപ്പെടുത്തിയ സുവിശേഷമാണ് ഇത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ ശക്തിയെ പിടിച്ചൊതുക്കാൻ ഒരു ശക്തിയും കഴിഞ്ഞിട്ടില്ല. രാജാക്കന്മാർ ഇതിനെതിരെ എഴുന്നേറ്റ് വന്നു, റോമൻ ഭരണാധികാരികൾ എഴുന്നേറ്റ് വന്നു, തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് ദൈവദാസന്മാരെ എറിഞ്ഞു, എന്തിനേറെ നാടുകടത്തി. പത്രോസിനെയൊക്കെ തലകീഴായിട്ട് ക്രൂശിച്ചു. അവർ വിചാരിച്ച് ഇവിടെ കൊണ്ട് സുവിശേഷം തീർന്നു, സുവിശേഷം പോയി. പക്ഷെ ലോകത്തിന് നാനാ ദിഗന്ധങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. സ്തോത്രം. നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് ഈ സത്യത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഈ ദിവസങ്ങളിൽ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയേറിയ മെസ്സേജുകൾ, ദൂതുകൾ ശക്തിയോടുകൂടെ പ്രസംഗിക്കപ്പെടുമ്പോൾ എതിരികൾ ഒത്തിരി ഉണ്ട്. കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ ആളുകളെല്ലാം കൂടെ ചെങ്ങല അഴിഞ്ഞവരായി ഇപ്പോൾ ഓടിപ്പോകുന്ന ചിന്തിച്ച് പുള്ളി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുക, ചോദിക്കുക, ചാടി വീണടിച്ച് പാട്ട് പാടിയ പൗലോസിനോട് ശിലാസുര, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവരുടനെ ഒരു മറുപടി, ഒന്നും ആത്മഹത്യയൊന്നും ചെയ്യരുതേ, ഒരു ദോഷവും നിനക്ക് ചെയ്യരുതേ, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. രക്ഷ പ്രാപിപ്പാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. കണ്ടോ? രക്ഷിക്കപ്പെടാനുള്ള മാർഗം ഉപദേശിക്കാൻ തുടങ്ങി. ജയിൽ സൂപ്രണ്ട് അന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. എന്താ സംഭവിച്ചു? ആരും ഓടിപ്പോയില്ല, എല്ലാവരും ഇവിടെയുണ്ട്. അങ്ങോട്ട് സുവിശേഷത്തിന് സുവിശേഷം ഒരു സ്ത്രീയിൽ വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയപ്പോൾ ഈ ജയിലിലോട്ട് വിളിച്ചു കയറ്റിയത് ഏത് ഭാഷയിലാണെന്നറിയാമോ? നല്ല ഭാഷ പറഞ്ഞാൽ കയറ്റിയത്. അതെ, ജയിലിലോട്ട് ചുമ്മാ അങ്ങോട്ട് ഒരു കള്ളനെ വിളിച്ച് കയറ്റുമ്പോഴത്തേന് കള്ളനെ അങ്ങോട്ട് പോലീസ് പടരയ്ക്ക് പിടിച്ച് തത്തിച്ച് വിടുമ്പോഴത്തേന് മോനെന്ന് വിളിച്ചോണ്ടാണോ എന്ന് പറയുന്നത് പോലെ ഈ ദൈവദാസന്മാരെ അങ്ങോട്ട് ജയിലിലോട്ട് കൊണ്ടുപോയപ്പോൾ നല്ല ചവിട്ടും ചാണ്ടും നല്ല ഭാഷയും പറഞ്ഞാൽ കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ വിളിക്കുക യജമാനന്മാരേ. കണ്ടോ? പുള്ളിക്ക് മനസ്സിലായി യജമാനന്മാരാ, ഇവരറിയിക്കുന്ന വചനം ശ്രേഷ്ഠമേറിയ വചനമാ കേട്ടോ. അന്ന് രാത്രി ഈ കർത്തൃദാസന്മാരുടെ ചെങ്ങല അഴിച്ച് അവരെ ജയിൽ സൂപ്രണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ആ രാത്രി വീട്ടുകാർ മുഴുവൻ വചനം കേട്ടു. പുസ്തകം പഠിപ്പിക്കുന്ന കേൾക്കണോ? അവരുടെ മുറിവുകളെല്ലാം കഴുകി കെട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ ചവിട്ട് കിട്ടിയ നല്ല മുറിവൊക്കെ ഉണ്ട്, കാലിലും കയ്യിലും ഒക്കെ കേട്ടോ. ഇതെല്ലാം കൂടെ കഴുകി കെട്ടി താനും എൻ്റെ കുടുംബവും താമസിക്കാതെ, എൻ്റെ ചിന്ത, ഞാൻ അവിടെ പഠിച്ചൊരു ചിന്ത, നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ആ കുടുംബം സ്നാനപ്പെട്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്നാനപ്പെടാൻ അധികം നേരമൊന്നും എടുത്തില്ല. ആ രാത്രി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. വിശ്വസിച്ചവർ, വിശ്വസിക്കാൻ കഴിയുന്നവർ അവരാ സ്നാനപ്പെട്ടത്. അല്ലാതെ ആ വീട്ടിലിരുന്ന കുഞ്ഞുങ്ങളാരും 2 വയസ്സുള്ള കൊച്ചൻ സ്ഥാനപ്പെട്ടെന്നല്ല. വീട്ടുകാർ സ്ഥാനപ്പെട്ടെന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ചെന്ന് പറയുന്നത് എല്ലാത്തിനെയും കൊണ്ട് മുക്കണമെന്ന്. അങ്ങനെയല്ല. പിന്നെ വിശ്വസിച്ചവർ, കർത്താവായ യേശുവിൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ ജീവിക്കുന്നു, ആ ദൈവപുത്രനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് യേശുവിനെ ഹൃദയംഗമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞ ആമേൻ ആ കുടുംബം, അങ്ങനെയുള്ളവർ ആമേൻ ഒരുപോലെ സ്നാനമേറ്റു. ഫിലിപ്പ്യ സഭയിലെ കുടുംബമായി, ആദ്യ കുടുംബമായിട്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ കുടുംബം മാറി. സ്തോത്രം. 3 പ്രധാന കുടുംബങ്ങളെ ശ്രദ്ധിച്ചോ? 1 ലുധിയായുടെ കുടുംബം, 2 വെളിച്ചപ്പാടത്തിൽ മാനസാന്തരപ്പെട്ടു അവരുടെ കുടുംബമായി വന്നിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 3 ജയിൽ സൂപ്രണ്ടിൻ്റെ കുടുംബം. ഈ 3 കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള ഫിലിപ്പ്യ സഭയുടെ ആരംഭം അതിമനോഹരമായിരുന്നു. കാരാഗ്രഹത്തെ പിടിച്ചിളക്കി, ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു, അത്ഭുതം നടന്നു. ഈ അത്ഭുതം കണ്ട ചിലരെങ്കിലും രക്ഷിക്കപ്പെട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഫിലിപ്പ്യയുടെ സഭ
വളർത്തപ്പെടുവാനും തുടക്കം കുറിക്കുവാനും ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നും അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ആരാധിക്കുന്നവരിലൂടെ, ദൈവശബ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നവരിലൂടെ വലിയ പ്രവൃത്തി ചെയ്യുന്ന ദൈവമുണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്ന് നിരാശന. എന്തെങ്കിലും ഇല്ലെങ്കിൽ, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു അസാരസ്യം സംഭവിച്ചെങ്കിൽ, ഒരു അസ്വസ്ഥത ഉണ്ടായെങ്കിൽ, മാനസിക സംഘർഷം ഉണ്ടായെങ്കിൽ അവരാകപ്പാടെ വിഷമിക്കുക. എങ്ങനാകും, എവിടെ ചെല്ലും, എങ്ങനെ. പക്ഷേ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ആമേൻ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവനാ. പ്രശ്നങ്ങളല്ല അവൻ്റെ ഏറ്റവും വലിയ വിഷയം. പ്രശ്നങ്ങൾക്ക് മീതെ നിൽക്കുന്ന കർത്താവിനെയാണ് അവൻ കാണുന്നത്. പ്രശ്നം ഏറ്റവും ചെറുതാണ്, കർത്താവ് ഏറ്റവും വലിയവനാണ്. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് ആണെങ്കിലും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ കർത്താവ് വലിയവനാണെങ്കിൽ നിന്റെ പ്രശ്നം ഏറ്റവും ചെറുതാ. ആ ചെറിയ പ്രശ്നം കണ്ട് നീ ഭാരപ്പെടരുത്. ഫിലിപ്പിയിലെ സഭ ശക്തിയോടെ വളർത്തപ്പെടുവാനിടയായി. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭകൾ വളരട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ആ സഭയുടെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ഈ 3 കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കും. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് നടത്തുവാൻ താല്പര്യപ്പെടുന്നു. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ക്ലാസ് കേൾക്കുന്ന ഏവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാകണമേ. ഫിലിപ്പിയൻ സഭയുടെ വളർച്ചയെക്കുറിച്ചും പൗലോസ് എഴുതിയ ലേഖനത്തെക്കുറിച്ചും ഞങ്ങൾ അല്പമായി ചിന്തിച്ചു. എല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.